കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരായ ഹർജി കേരളം പിൻവലിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ വിമർശിച്ച സുപ്രീംകോടതി. പരാതിയുമായി സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശം നിഷേധിക്കരുതെന്ന് കോടതി പരാമർശിച്ചു. ഇത്തവണ കൂടുതൽ വായ്പ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ഹർജിയിൽ വാദം തുടരുകയാണ്. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെയാണ് കോടതി ഈ ഒരു വിഷയത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിസന്ധി വിഷയത്തിൽ സുപ്രീം കോടതി നേരത്തെ ഈ ചർച്ചകളുടെ ഒരു സാധ്യത നൽകിയിരുന്നു. അതായത് ഈ കേന്ദ്രവും കേരളവും കൂടി ചർച്ച ചെയ്ത് ഈ വിഷയം ഒരു പരിഹാരം കണ്ടാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക എന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ ആ ചർച്ചകൾ പരാജയപ്പെട്ടു. തുടർന്നായിരുന്നു കഴിഞ്ഞ തവണ കേസ് ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി ഇതിൽ കേൾക്കാമെന്ന് അറിയിക്കുന്നത്. എന്തായാലും ആ വാദമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കേരളം പറഞ്ഞത് ഈ കേന്ദ്രത്തോട് കടമെടുക്കാനുള്ള അനുമതിയാണ് ആവശ്യപ്പെടുന്നത്, അല്ലാതെ പണമല്ല ഈ ഒരു കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് കോടതിയെ സമീപിക്കേണ്ടതായി വന്നതെന്നുമാണ് കേരളം പറഞ്ഞത്. എന്തായാലും ഇതിൽ വിമർശിക്കുകയുണ്ടായി. അതായത് ഈ കേരളം കേസ് പിൻവലിക്കണമെന്നൊരു കേന്ദ്ര നിലപാട് അത് ശരിയല്ല എന്ന രീതിയിലാണ് സുപ്രീം കോടതി ഹർജി പരിഗണിക്കുമ്പോൾ പരാമർശിച്ചത്. ഇത്തവണ അധികമായി കടമെടുക്കാൻ അനുവദിക്കണം എന്നൊരാവശ്യം കൂടി കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് ഈ കേസ് പരാജയപ്പെട്ടാൽ, ഈ കേസിൽ കേന്ദ്രമാണ് വിജയിക്കുന്നതെങ്കിൽ കടമെടുപ്പ് പരിധി അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ അത് കുറയ്ക്കാമെന്ന് കൂടി കേരളം കോടതിയെ അറിയിക്കുകയുണ്ടായി. കേസുമായി സുപ്രീം കോടതിയിൽ എത്താൻ കേരളത്തിന് അധികാരമുണ്ടെന്ന കാര്യം കൂടി സുപ്രീം കോടതി ഈ വാദങ്ങൾക്കിടെ നിരീക്ഷിക്കുകയുണ്ട്. എന്തായാലും വാദം തുടരുകയാണ്. ഈ കേന്ദ്രത്തോടും കേരളത്തോടും ഇപ്പോഴും ഈ വിഷയത്തിലൊരു പരിഹാരത്തിലേക്ക് എത്തുവാനുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഈ സാമ്പത്തിക നയങ്ങളിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്ന് നേരത്തെ തന്നെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കേന്ദ്രവും കേരളവും ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു പരിഹാരം കാണണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും വാദം ഇപ്പോൾ തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.